മെൻസ്ട്രൽ കപ്പ് കാരണം ഗർഭപാത്രം താഴത്തേക്ക് ഇറങ്ങി വരുമോ? പലർക്കുള്ള കൺസേൺ ആണിത്. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്ന വീഡിയോസ്, എന്റെ ഗർഭപാത്രം ഇറങ്ങിയേ എന്ന് സ്ഥാപിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് തെളിവുകൾ. എന്നാലേ ഈ കപ്പ് മാത്രം കാരണമായിട്ട് ഒരു പ്രൊലാപ്സ് പോലും ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് എത്ര പേർക്കറിയാം? ഈ യൂട്രസേ അത്ര പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്ന ഒരു ഓർഗണൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഡെലിവറി ടൈമിൽ പേഷ്യന്റ് കൊടുക്കുന്ന പുഷിന്റെ ഫോഴ്സ് എത്രയാണെന്നറിയോ? ബേബിയുടെ കൂടെ യൂട്രസ് കൂടെ ഇറങ്ങിപ്പോന്നേനെ. എന്നാൽ യൂട്രസ് ഇറങ്ങി വരുന്ന എത്രയോ ആളുകളുണ്ട്, കപ്പ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും. അതൊക്കെ കാലങ്ങളായിട്ട് നിങ്ങളുടെ പെൽവിക് മസിലിന് കൊടുക്കുന്ന ആഘാതം ഉണ്ടാക്കിയ വീക്ക്നെസ് കൊണ്ടാണ്. 3ഉം 4ഉം തുടരെയുള്ള പ്രസവങ്ങൾ, അമിതവണ്ണം, ഡെലിവറി കഴിഞ്ഞ് പെൽവിക് മസിൽ സ്ട്രോങ് ആക്കാൻ എക്സസൈസ് ചെയ്യുക, സ്ഥിരമായിട്ട് വെയിറ്റ് എടുക്കൽ, ചുമ, ആസ്മ പോലത്തെ അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ കൊണ്ടാണത്. അങ്ങനെ പെൽവിക് മസിൽ വീക്ക് ആയിട്ടുള്ള ഒരാൾ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രൊലാപ്സ് വരുമ്പോൾ അത് കപ്പ് കാരണമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. പിന്നെ കപ്പ് യൂസ് ചെയ്തിട്ട് എന്തോ ഇറങ്ങി വരുന്നേ എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ഇറങ്ങി വരുന്നത് യൂട്രസ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ദയവ് ചെയ്ത് അടുത്ത ആളോട് പറയാം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വന്നവരുടെ ഒക്കെ യൂട്രസ് നോർമൽ പൊസിഷനിലായിരുന്നു. പിഞ്ച് ചെയ്യാതെ വലിക്കുമ്പോൾ വരുന്ന ആ വാക്വം പ്രഷറിന്റെ തള്ളിച്ചയൊക്കെയാണ് പലതും ഇറങ്ങി വരുന്ന ഫീലിംഗ് ഒക്കെ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കപ്പ് താരതമ്യേന ന്യൂ ആണെന്ന് കരുതി ഇതൊക്കെ പുറം നാടുകളിൽ കാലങ്ങളായിട്ട് സ്ത്രീകൾ സജീവമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതുവരെ ഒരു സ്റ്റഡീസും പ്രോപ്പർ യൂസിൽ മെൻസ്ട്രൽ കപ്പും പ്രൊലാപ്സുമായിട്ട് അസോസിയേഷൻ കണ്ടെത്തിയിട്ടില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യൂ, ധാരാളം പേർക്ക് ഷെയറും ചെയ്യും. ഇനി ഇംപ്രോപ്പർ യൂസിനെ കുറിച്ച് അറിയാൻ റീഡ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ സംശയങ്ങൾ ഡ്രോപ്പ് ഇൻ കമന്റ് ബോക്സ്.